സ്ട്രക്ചറെ. ഒവ്യൂൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ്? പ്ലാസൻറ്റയിലേക്കാണ് അല്ലേ. ആ പ്ലാസൻറ്റയിലേക്ക് അതിന് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ആ സ്റ്റോക്കിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ. FUNICLE ഫ്യൂണിക്കിൾ കേട്ടോ. ഒവ്യൂൾ ഈസ് അറ്റാച്ച് ടു ദി പ്ലാസൻറ്റ ബൈ എ സ്റ്റോക്ക് കോൾഡ് ഫ്യൂണിക്കിൾ. ഇനി ഈ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഓഫ് ദ ഒവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ, ആ ഫ്യൂണിക്കിളിൻ്റെ ഒവ്യൂളിൻ്റെ ഇടയിലുള്ള ജംഗ്ഷനെ നമ്മൾ ഹൈലം എന്നാണ് പറയുന്നത്. ഹൈലം, HILUM, ഹൈലം. ഓക്കെ അല്ലേ. ഇനി ഓരോ ഒവ്യൂളിനും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പ്രൊട്ടക്റ്റീവ് എൻവലപ്സ് കാണും. ആ പ്രൊട്ടക്റ്റീവ് എൻവലപ്സിനെ നമ്മൾ പറയുന്നത് ഇൻറ്റിഗ്യുമെൻ്റ് എന്നാണ്. ഇൻറ്റിഗ്യുമെൻ്റ്. ആ ഇൻറ്റിഗ്യുമെൻ്റ് ടിപ്പിൽ മാത്രം ഉണ്ടായിരിക്കത്തില്ല. ആ ടിപ്പിൽ ഒരു ചെറിയ ഓപ്പണിങ്ങേ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ മൈക്രോപൈൽ എന്നാണ് പറയുന്നത്. മൈക്രോപൈൽ അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ. ഓരോ ഒവ്യൂളിനും ഒന്നോ രണ്ടോ പ്രൊട്ടക്റ്റീവ് എൻവലപ്സ് അതായത് ഇൻറ്റിഗ്യുമെൻ്റ് കാണും. എക്സെപ്റ്റ് അറ്റ് ദ ടിപ്പ് വെർ എ സ്മോൾ ഓപ്പണിങ്. ടിപ്പിൽ മാത്രം ഉണ്ടാവില്ല, പക്ഷെ അവിടെ ഒരു സ്മോൾ ഓപ്പണിങ്ങേ ഉണ്ടാവുള്ളൂ. അതാണ് മൈക്രോപൈൽ. അവിടെ മൈക്രോപൈൽ പ്രസൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഇനി മൈക്രോപൈലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻഡാണ് ചലാസൽ എൻഡ് കേട്ടോ. ചലാസൽ എൻഡ്. ഓക്കെ. ആ ഫിഗർ നോക്കിയാൽ മതി ടെക്സ്റ്റിലുള്ള. അപ്പം മനസ്സിലാകും ഹൈലം എന്താണ്, ഫ്യൂണിക്കിൾ എന്താണ്, മൈക്രോപൈൽ എന്താണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചറിൽ പറയുന്നത്. ദെൻ ഇൻറ്റിഗ്യുമെൻറ്റിൻ്റെ ഉള്ളിൽ മാസ് ഓഫ് സെൽസ് പ്രസൻ്റ് ആണ്. അത് ന്യൂസെല്ലസ്. വിത്തിൻ ദ ഇൻറ്റിഗ്യുമെൻറ്റ് ദർ ഇസ് എ മാസ് ഓഫ് സെൽസ് കോൾ ന്യൂസെല്ലസ്. ആ ന്യൂസെല്ലസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലെ സെൽസിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് പ്രസൻ്റ് ആണ്. ഈ ന്യൂസെല്ലസിൻ്റെ അകത്താണ് ആരുള്ളത്? എംബ്രിയോ സാക്ക്. നമ്മുടെ ഫീമെയിൽ ഗെമേറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോ സാക്ക് എവിടെയാണ് കാണപ്പെടുന്നത്? ഇൻസൈഡ് ദ ന്യൂസെല്ലസ്. ഓക്കെ. സോ ഒരു ഒവ്യൂളിന് ജനറലി ഒരു സിംഗിൾ എംബ്രിയോ സാക്ക് ആയിരിക്കും കേട്ടോ. ഒരു ഒവ്യൂളിന് ആൻ ഒവ്യൂൾ ജനറലി ഹാസ് എ സിംഗിൾ എംബ്രിയോ സാക്ക് ഫോം ഫ്രം എ മെഗാസ്പോർ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് ദി ഒവ്യൂളിൽ പറയുന്നത്.